ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു റാഗി ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. 1 സ്പൂണ് റാഗി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1 സ്പൂണ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മളൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് സോക്ക് ചെയ്തെടുത്തു. അത് നമ്മളൊരു ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 സ്പൂണ് തൈര് കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി തരി വേണം കേട്ടോ, അധികം അങ്ങ് പേസ്റ്റ് ആവണ്ട. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഞവരയരി നന്നായിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞവരയരിയും അതേപോലെ തന്നെ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടിയാണ്. അത് മിക്സ് ചെയ്ത് ഞാൻ ഒരു ടിന്നകത്ത് വെച്ചിട്ടുണ്ട്. അത് വിട്ടു 1.5 സ്പൂൺ ഇട്ടു. ഇനി ഒരു 1/2 സ്പൂണ് നമ്മുടെ ഒറിജിനൽ ഹണിയാണിത്. ഒറിജിനൽ ഹണി തന്നെ യൂസ് ചെയ്യുക. അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഹണി അതിലെല്ലാം ഒന്ന് ആവട്ടെ. അതിന് ശേഷം നമുക്ക് ഞാൻ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഇന്ന് നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്, വേറെ ആരുമല്ല, എൻ്റെ പൊന്നൂസിൻ്റെ കൈയാണ്. എൻ്റെ പൊന്നൂസിൻ്റെ കയ്യിലാണെന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല, എന്നാലും എന്തായാലും വിളിച്ചപ്പോൾ വന്നു. വെയിലൊക്കെ കൊണ്ട് കൈയെല്ലാം ഒരുമാതിരി കരുവാളിച്ചിരിക്കുകയാണ്. സ്കൂളിൽ പോകാൻ കൈയുടെ മുട്ടൊക്കെ നോക്കുക കറുത്തിട്ടിരിക്കുകയാണ്. നന്നായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ കൈയുടെ മുട്ടിലോട്ടൊക്കെ നീക്കിയെന്ന് ഒരു കൈയിലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് പുരട്ടി കൊടുക്കാം നമുക്ക്. അത് ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ട. ഇത് നല്ലപോലെ ഒന്ന് വെള്ളമെല്ലാം വലിയ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. അറിയാവില്ല, റാഗിയുടെ ഗുണങ്ങളെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ആ തരിയായിട്ട് കാണുന്നത് നമ്മുടെ റൈസ്, ഞവര റൈസ് നമ്മൾ ഇത്തിരി ഒരു തരിയോട് കൂടിയാണ് ഞാനത് പൊടിച്ചു വച്ചിരിക്കുന്നത്. അതാണ് ആ തരിയായിട്ടിരിക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഫാനിൻ്റെ കീഴിലാണ് നമ്മളിരുന്നത്, അതുകൊണ്ടാണ് ഇത്രയും. ഞാൻ ഇത്തിരി ഒന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിയാനായിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയിപ്പോയി. നമുക്ക് അല്പം വെള്ളം തൊട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. കണ്ടില്ലേ, കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കറുത്ത കളറിൽ ഇളകി വരുന്നത് നോക്ക്. അത് ഈ നമ്മൾ വെയിൽ കൊണ്ടിട്ടുള്ള ആ ടാൻ ആയത് റിമൂവ് ആവുകയാണ്. നോക്ക്, നല്ല പോലെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ അഴുക്ക് മൊത്തം ഇങ്ങ് പോരുവെങ്കിൽ. സ്പോഞ്ച് വെച്ച് തുടച്ച് എടുക്കാം. ടേബിളിലൊക്കെ വെള്ളം വീഴും, അതുകൊണ്ടാണ് ഞാനത് സ്പോഞ്ച് വെച്ചിട്ട് തുടച്ചെടുക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്ലീൻ ആവും, നല്ല സ്മൂത്ത് ആൻഡ് ക്ലീൻ ആവും. നോക്കൂ, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പൊന്നൂസിൻ്റെ കൈ നല്ല പട്ടുപോലെ ആയിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു ഞവര പായ്ക്ക്
ഇപ്പം എന്ത് പാക്ക് ചെയ്യാൻ തയ്യാറാക്കിയാലും അതെല്ലാം അതിനകത്തെല്ലാം ഞവരയുടെ പൊടി ചേർക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ഗുണമാണ് ആ ഞവരരിയുടെ പായ്ക്ക്. ഞവരയുടെ റൈസ് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അത് ഏത് പായ്ക്കിട്ടായാലും അതിൻ്റെ കൂടെ ഒരു ലേശമെങ്കിലും ചേർക്കാതെ ഞാൻ ഇരിക്കത്തില്ല. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഞവരരി. നോക്കൂ എന്ത് വൃത്തിയായിട്ടുണ്ട് എൻ്റെ മോടെ കയ്യിൽ. നോക്കൂ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ആ മുട്ടിനൊക്കെ നോക്ക് കരിഞ്ഞിരുന്നേതാ കൈയുടെ മുട്ടൊക്കെ, അതെല്ലാം മാറി ഇപ്പോൾ ചുവപ്പ് കളറായി. നോക്ക് നന്നായിട്ടുണ്ട് ഇപ്പോൾ. എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് കൈ. ഇനി ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് നല്ല വെള്ളം എടുത്ത് വരട്ടെ, എന്നിട്ട് കഴുകുക. ഇനി ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് എനിക്ക് കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താൽ മതി. ചില ആളുകൾ ഞാൻ വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ വന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. ലൈക്കൊന്നും ഇടുന്നില്ല, കക്ഷി കമൻ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. അതൊരു വിഷമം തോന്നി എനിക്ക്. 2 ദിവസം ഞാൻ 2 വീഡിയോ ഇട്ടപ്പോഴും ഇത് തന്നെ വന്ന് ആദ്യമേ വരുന്ന ആളുകൾ ഫുള്ളായിട്ടൊരു വീഡിയോ കണ്ടില്ല എങ്കിൽ നമുക്കത് ഭയങ്കര ഒരു വിഷമമായും. ഒരു 5 മിനിറ്റ് പോലും കാണാതെ കണ്ടു. ഒരു വീഡിയോ 9 മിനിറ്റുള്ളൊരു വീഡിയോ ഇട്ടിട്ട് 1 മിനിറ്റ് ആയപ്പോൾ കക്ഷി വന്നിട്ട് കമൻ്റ് ഇട്ട് 2 പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. ദയവ് ചെയ്ത് ആദ്യമേ കാണുന്നവർ ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻ്റ് ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.